ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ അനദർ വ്ളോഗ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാനെന്തിനാ ഈ കാടിൻ്റെ ഉള്ളിൽ നിന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നല്ലേ. എല്ലാം ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ, കുറേ ട്വിസ്റ്റ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ എന്താ അറിയോ, വൈഫൈ വരും എന്ന് പറഞ്ഞിട്ട് 3-4 മാസം കഴിഞ്ഞ്, 3-4 ഞാൻ കുറച്ച് കൂട്ടി പറഞ്ഞാണ്, ഒരു മാസമായിട്ടായി വൈഫൈ ഓർഡർ ചെയ്തിട്ട്. പിന്നെ ഇന്നലെ വൈഫൈ വന്നിട്ടുണ്ട്, അപ്പം എനിക്ക് വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പിന്നെ അങ്ങനെ കുറച്ച് ചടങ്ങുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൈഫൈ എങ്ങനത്തെ വൈഫൈ ആണ്, പിന്നെ അതുകൊണ്ടുള്ള ഉപകാരവും സാധനങ്ങളും എല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത്. ഞാൻ പേപ്പർ മേടിക്കാൻ വേണ്ടിയിട്ട് അക്ഷയക്ക് പോയത് കേട്ടോ. ഇനി ഞാൻ ഈ കാടിനോട് കൂടെ നേരെ വീട്ടിൽ പോയി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് കാണാം. ഗൈസ് അല്ലേ പറഞ്ഞേ 4-5 കോപ്പി എടുത്തിക്കോ. ഓക്കെ അക്ഷയ് പോയി വന്നിട്ട് ഈ കട്ടലിൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, അപ്പോഴാണ് ശരിക്കുള്ള വേർപ്പ് വരാൻ തുടങ്ങിയത് കേട്ടോ. എന്ത് ചൂടറിയോ, വൈകുന്നേരം നേരം വരെ എന്ത് ചൂടറിയോ. എന്തായാലും കുളിച്ച് കഴിഞ്ഞിട്ട് വരാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വൈഫൈനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാം കേട്ടോ. എനിക്ക് ഫോട്ടോ എടുക്കണോ? അടി അത് മതി, ഒരു സ്റ്റാമ്പ് ഫോട്ടോ ആണ് കേട്ടോ. അതിനാണ് ഇവിടെ ഒരുങ്ങണ്. മുറ്റത്ത് പോയിട്ട് ചുമേന്റെ സൈഡിൽ നിന്നിട്ട് അവിടെ നല്ല മറ്റേ എന്താ പറയാ, പാസ്പോർട്ട് സൈസ് ഇല്ലേ, അങ്ങനെയല്ലേ. എത്ര നേരം ഇങ്ങനെ നിന്റെ ഒരുക്കം കഴിയുമ്പോഴത്തേക്ക് എന്റെ മൊബൈൽ സ്വിച്ച് ഓഫ് ആവും കേട്ടോ. വെയില് താഴ്ന്നു പോകുന്നുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റൂല. വേണമെങ്കിൽ വേഗം വന്നോ കേട്ടോ, എടുക്കട്ടെ. നല്ല വെയില് വല്ലതും ക്ലിയർ ആണോ, വല്ല സെറ്റ് അല്ലേ, നോക്കിയത് റെഡി അല്ലേ? സൂം ചെയ്ത് പോട്ടെ. എടുക്കട്ടെ. ഇവക്ക് ഒരു ഫോട്ടോ എടുത്ത് അത് മതിയാവണില്ല, ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്ത് അത് മതിയാവണില്ല. അതാ ഈ കാണുന്ന ഫോട്ടോ നമുക്ക് കാണിച്ചു കൊടുത്തിട്ട് അത് അവർക്ക് മതിയാവണില്ല. ഇത് ലാസ്റ്റ് ആയിട്ട് എടുക്കും കേട്ടോ. ഒരു 10-20 ഫോട്ടോ എടുക്കും, അത് ഞാൻ എടുക്കലുണ്ടല്ലോ, ചാർജ് തീരല്ല, എനിക്ക് വ്ളോഗൊക്കെ എടുക്കാറില്ല കേട്ടോ. ആ ഫോട്ടോ ഒക്കെ നോക്കി ഇങ്ങനെയൊക്കെ എടുക്കണേ. ഇപ്പൊ കൈയില്ലാതെ ചിരിക്കുമ്പോ നേരത്തെ അത് മതി, നേരത്തെ അടിപൊളിയാണ്, അത് മതി. നല്ല രസമുണ്ടല്ലേ? എനിക്ക് നല്ലതുണ്ട്. എന്ത് നിനക്കില്ലാത്തോണ്ട് ഞാൻ എടുത്തന്ന്. നിങ്ങള് കമന്റ് ചെയ്യട്ടോ, അത് നല്ല രസമുണ്ടായില്ലേ ഞാൻ കാണിച്ചെന്നേ. കഴിഞ്ഞില്ലേ? നീങ്ങ കുളിച്ചൂടെ? പോട്ടെ. നീ ഒന്നുമില്ലല്ലോ. കിങ്ങിണി സ്റ്റോറേജ് തീരല്ല. നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം. ഇഷ്ടംപോലെ ഫോട്ടോ എടുക്കാം. കാരണം എന്താ അറിയോ, സ്റ്റോറേജ് തീരല്ല. അപ്പോൾ ഐക്ലൗഡ് പർച്ചേസ് ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഫണ്ട് നമ്മൾ ഇങ്ങനെ പിരിക്കുകയാണെങ്കിൽ, നമ്മളെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോ നമ്മളെ ഫോണിൽ നിന്ന് എടുക്കാം. ഇഷ്ടംപോലെ ഫോട്ടോ നമ്മളെ ഫോണിൽ നിന്ന് എടുക്കാം. വേണമെങ്കിൽ മതി അല്ലേ? ചോദിച്ചു ഐക്ലൗഡിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യുക, സ്റ്റോറേജ് ഒക്കെ ഇങ്ങനെ ഇല്ല. നിങ്ങൾക്ക് അറിയില്ല അതേപോലെ ഇങ്ങനെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോറേജ് നമുക്ക് കുറച്ച് കൂട്ടാം. അപ്പോൾ നമുക്ക് തോനെ ഫോട്ടോ എടുക്കാം, കുറേ ഫോട്ടോ എടുക്കാം. ഞാൻ എന്തായാലും ഇപ്പോൾ പോയി കുളിച്ചിട്ട് വരാം. കുറേ നേരമായി കുളിക്കണ പേരും പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവക്ക് കണ്ണിന്റെ റീലെടുക്കണമെന്ന് നീയല്ലേ അറിയില്ല. ചാർജില്ല, ഞാൻ പോവാ, റീലെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫൈനലി ഗൈസ് എന്റെ കുളിയെല്ലാം കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് ഞാൻ അകത്ത് റൂമൊക്കെ വന്നിട്ട് കുറച്ച് നേരം TV കണ്ട്, കുറച്ച് നേരം മൊബൈൽ കളിച്ചിരുന്ന് റീൽസ് എഡിറ്റ് ചെയ്തിട്ട് റീൽസ് അപ്ലോഡ് ആക്കി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് നിൽക്കുമ്പോൾ കുറച്ച് ചാർജുള്ളൂ എൻ്റെ മൊബൈലിൽ. അപ്പോഴത്തേക്കും വ്ളോഗ് വേഗം ക്ലോസ് ആക്കണമെന്നുള്ള ഒരു മൂഡിൽ ഞാൻ ഇറങ്ങി തിരിച്ചിട്ടോ. പുറത്തെ റൂമിൽ വൈഫൈ വെച്ച റൂമിലേക്ക് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. വൈഫൈ ഞാൻ നിങ്ങൾക്ക് കാണിച്ച നമ്മളെ എൻ്റെ ഇത്രയും ദിവസത്തെ ആഗ്രഹം സഫലമായതിൻ്റെ സന്തോഷം എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇന്നലെ വന്ന വൈഫൈ ആണ്. എനിക്ക് ഈ സന്തോഷം ഇപ്പോഴും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്രയും ബുദ്ധിമുട്ടിയാണ് ഞാൻ വ്ളോഗ് ഇത്രയും ദിവസം ഇട്ടത്. 200 എത്രയോ വ്ളോഗ് ഞാൻ ഇട്ടേക്കണ്. അത് ഇത്ര കഷ്ടപ്പെട്ട് മൊബൈലിലുള്ള നെറ്റ് കൊണ്ട് എഡിറ്റ് ചെയ്ത് 12-1 മണി 3 മണി വരെ ഞാൻ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ആക്കിയിട്ട് 3 മണിക്കൊക്കെ ഞാൻ ഉറങ്ങുക. കാരണം എന്താണെന്നറിയോ, 12 മണി മൊബൈലിൽ നെറ്റ് കയറുള്ളൂ. അപ്പോൾ നെറ്റ് യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തിലും കണ്ട് ഒരിത്തിരി നെറ്റ് ചിലവാക്കിയ വില ഉണ്ടല്ലോ. പിന്നെ ഈ യൂട്യൂബിൽ അപ്ലോഡ് ആക്കാനുള്ള നെറ്റ് എൻ്റെ അടുത്ത് ഉണ്ടാവില്ല. അങ്ങനെ പല വട്ടം സംഭവിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പല വട്ടം അപ്ലോഡ് ആക്കൽ ക്യാൻസൽ ആക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട്. ഇപ്പോൾ 11-12 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ വ്ളോഗ് ഇടുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വൈഫൈ റിവീൽ ചെയ്യാൻ പോകണേ. വൈഫൈ ഈ മൂലയ്ക്ക് ഫിറ്റാക്കി. ഇവിടെ സ്വിച്ച് ഓൾവേസ് ഓൺ ആയിരിക്കും കേട്ടോ. ഓരോ ഓഫ് ആക്കിയാൽ ഈ വൈഫൈ ബോക്സ് അപ്പോൾ ഓഫ് ആവും. പിന്നെ സ്വിച്ച് ഓഫ് ആക്കിയാൽ വൈഫൈ ബോക്സ് ഓഫ് ആകാതെ വെക്കുമോ. ജിയോൻ്റെ വൈഫൈ ആട്ടോ മേടിച്ചത്. ജിയോൻ്റെ വൈഫൈ കുറഞ്ഞ വില നോക്കി മേടിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചും കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ കേബിൾ ഇവിടുന്ന് ഇങ്ങനെ കൊണ്ടുപോയിട്ട്
അത് കൂടെ എടുത്തിട്ട് ഈ വാർപ്പിൻ്റെ മേലെ കൂടെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഈ മൂലയ്ക്ക് ഈ ഭാഗത്തായിട്ടാണ് വെച്ചത്. ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ഞാൻ കാണിച്ചുതരാം അത് എവിടെയാണ് വെച്ചത് കാണിച്ചത്. നാളത്തെ വ്ളോഗിൽ ഞാൻ കാണിച്ചുതരാം. ആ വൈഫൈൻ്റെ ഒരു ഭാഗം വാർപ്പിന് മേലെ ഏത് മൂലയിലാണ് വെച്ചത് ഞാൻ നാളത്തെ വ്ളോഗിൽ കാണിച്ചുതരാം. ഇപ്പോൾ ഞാൻ കുറച്ച് അകത്തും കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചുതരാം. അകത്ത് ഞങ്ങൾ പഴയ സെറ്റ് ബോക്സ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ടാറ്റ സ്കൈൻ്റെ പഴയ സെറ്റ് ബോക്സ് ആയിരുന്നു, അത് മാറ്റിയിട്ടില്ല, അത് അവിടെ തന്നെ ഉണ്ട്. പുതിയ സെറ്റ് ബോക്സ്, ജിയോന്റെ സെറ്റ് ബോക്സും പിന്നെ വൈഫൈ വല്ല സെറ്റ് ആയതുകൊണ്ട് പുതിയ സെറ്റ് ബോക്സ് വെച്ചിട്ടുണ്ട് കേട്ടോ. ജിയോന്റെ നേരെ ടിവിക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടുത്തെ സെറ്റപ്പ് ഇതൊക്കെ ആയിരുന്നുള്ളൂ കേട്ടോ. അച്ഛാ വൈഫൈ വന്നിട്ട് അച്ഛൻ എന്തൊക്കെ കണ്ടു, ഏതൊക്കെ സ്ഥലം കണ്ടെന്ന് പറയാം. കൊറേ സ്ഥലം ഞങ്ങള് ടിവിയിൽ കണ്ടു, കൊറേ പുതിയ പുതിയ സിനിമ 2-3 കണ്ടു. പിന്നെ കൊറേ നല്ല നല്ല കൊറേ സ്ഥലം കാണാത്ത സ്ഥലങ്ങളൊക്കെ. അപ്പോഴൊക്കെ വീഡിയോ അപ്ലോഡ് ആക്കിയിട്ട് എൻ്റെ നെറ്റൊക്കെ തീർന്ന സമയത്ത് ഞാൻ അച്ഛനടുത്ത് ഹോട്ട്സ്പോട്ട് മേടിച്ചിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി ടിവിയിൽ രാത്രി സമയമായി ഒരു 9 മണി കഴിഞ്ഞു എല്ലാവരും ചോറ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും ഇരിക്കും അവിടെ. അല്ല അച്ഛനവിടെ കിടക്കുമ്പോൾ ഞാനവിടെ ഇരിക്കും. എന്നിട്ട് ടിവിയിൽ ഏതെങ്കിലുമൊക്കെ സ്ഥലം വെച്ച് കാണും. അപ്പോൾ അച്ഛൻ്റെ നെറ്റ് തീർന്നാൽ പെട്ടെന്ന് ഓഫാക്കും. ഇനി അതിൻ്റെ ഒരു കുഴപ്പമില്ല. ഞങ്ങൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ യൂട്യൂബിൽ പിന്നെ ജിയോ ഹോട്ട്സ്റ്റാറിൽ ഓരോ സിനിമയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു, ഓരോ സ്ഥലം കണ്ട് ഓരോ സിനിമയും കണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ വൈഫൈ കിട്ടിയപ്പോഴാണ് എനിക്ക് ക്ലിയർ ആയിട്ടല്ല നല്ലോണം സന്തോഷമായത്. ഇപ്പോൾ ഫുള്ള് അപ്ലോഡ് ചെയ്ത് നല്ല ക്വാളിറ്റി, നല്ല ലോങ് വീഡിയോ, അടിപൊളിയായിട്ട് ഷോർട്സും കുറേ എല്ലാ സാധനങ്ങളും ഇനി വൈഫൈയിലേക്ക് പരിപാടി. മറ്റേ 5G എപ്പിസോഡാക്കി വെച്ചിരിക്കാം. വെള്ളം എടുത്ത് വെക്കാൻ പറഞ്ഞപ്പോ നീ ഓടിയതല്ല നേരത്തെ. വേണ്ട ഞാൻ കുടിച്ചോളൂ. അതേതാ സ്ഥലം? ഒരു വമ്പം കാടായിട്ട് അതായത് കാടോ ആൾക്കാരൊക്കെ സ്വിച്ചൊക്കെ അവിടെ മീൻ പിടിക്കണോ? അത് വേണ്ട, അവതാറാണോ? ഇതാണോ ചൈനക്കാരാണോ? ചൈനക്കാര് ചാൻചുഞ്ചി അല്ല അച്ഛാ, നല്ല ചൈനക്കാരാ. ഇതായിട്ട് സ്റ്റാർ ഫ്രൂട്ട്, സമ്മർ ഫ്രൂട്ട്സ് ഇതിലേതാണ്ടേ? പാമ്പിൻ്റെ ഉണ്ടോ? അമ്പോ ആന്ത് പാമ്പച്ച 4K അൾട്രാ HD അത് മതിയോ? ആനിമൽസ് ആയിഷ് ഈ ആടാണ് അച്ഛാ. ഇതെന്തൊക്കെ ജീവികളല്ലേ? ചൊട്ട എലിയാണത് വലുത്. ആ പോണ് ഇങ്ങനത്തെ ആണെന്ന് വെച്ചാൽ നല്ല നൂരിലില്ലേ? അത് ഫോറസ്റ്റുകാർ പിടിച്ചോണ്ടായത്, മറ്റേ കെണി വെച്ച് പിടിച്ചോണ്ടായത്. ഇതേപോലത്തെ അമ്പതിൻ്റെ സൗണ്ട്, എന്ത് സൗണ്ട് അറിയോ? ഞാൻ അത്ര അടുത്ത് കണ്ട് എന്ത് സൗണ്ട് അറിയാം എൻ്റെ കോടിനുള്ളിൽ നിന്ന്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് ഇത്ര ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം കുറേ ആയതുകൊണ്ട് ഞാൻ TV കണ്ടതുകൊണ്ട് മൊബൈൽ കുത്തി വെച്ചിട്ട് സമയം പോകുന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ 10 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങാൻ കിടക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൈഫൈൻ്റെ സാധനം വെച്ചത് മേലെ ഭാഗത്ത് വെച്ചില്ലേ, അത് ഞാൻ നാളെ രാവിലെ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നാളെ അടുത്ത നല്ല വ്ലോഗായിട്ട് നാളെ കാണാം കേട്ടോ.